ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ എന്താ ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രണ്ട് കടിയാണ് രാവിലെ. അതായത് ഇതുപോലെ ഞാൻ കുറച്ച് ചൊളാണ്ടി ഇങ്ങനെ കുറുക്കിയത് അതും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുട്ടും ചുടുന്നുണ്ട് കേട്ടോ. പുട്ട് എന്താ പറയുക, എല്ലാവർക്കും ഇത് പോകില്ല. അപ്പം ഉമ്മാക്കും ഉപ്പാക്കൊക്കെ പുട്ടാണ് ഇഷ്ടം. അപ്പം അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാല് ഈ ഒരു റാഗി കൊയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെന്ന് പറയുന്നത് പാത്രം ആ ഒരു സമയമായപ്പോൾ തന്നെ കുറേ പാത്രങ്ങളൊക്കെ പരന്നു കേട്ടോ. ഇനി ഇതൊക്കെ മോറി കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇന്ന് കഞ്ഞിയാണ് വെക്കണം കേട്ടോ. കഞ്ഞിയും കൂട്ടാനൊക്കെ അതും റെഡിയാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചൊളാണ്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക, അതിക്ക് ഞാൻ ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്, പഞ്ചസാര അല്ല കൂട്ടലിട്ട്. ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശർക്കര പൊടിയാണ്, പിന്നെ ഹസ്ബൻഡ് അങ്ങനത്തെ പൊടിയാണ് വാങ്ങിച്ചിട്ട് വരിക. അപ്പോൾ അത് നല്ല സുഖമാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. നമുക്ക് ശർക്കര വലിയ കട്ടിയാകുമ്പോൾ നമ്മളിങ്ങനെ കുത്തി ഉടച്ചിട്ടൊക്കെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അത് ഇതാക്കിയിട്ട് എടുക്കണ്ട. അപ്പം ഞാൻ അതിനൊന്നും നിൽക്കലില്ല. എനിക്ക് ഇങ്ങനത്തെ പൊടി ഉണ്ടാകുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ പൊടി ഇതൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പം ഞാനതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ഒഴിച്ചെടുക്കാൻ കാരണം സാധാരണ ഞാൻ പൊതുവേ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അങ്ങനെ വറുത്ത് കോരി അങ്ങനെ ഇടലാണ്. ഇന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ല. അല്ലെങ്കിൽ കാരക്ക അങ്ങനെ എന്തെങ്കിലും നട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ വേണം. അതൊന്നുമില്ല കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയപ്പം ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പാവം തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ചിരണ്ടി കണ്ട് അങ്ങനെ വേറെ കൊടുത്തിട്ടോ. ഭയങ്കര എന്താ പറയുക, തേങ്ങയ്ക്ക് ഭയങ്കര നൊണച്ചാണ് കേട്ടോ മൂപ്പര്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തുകൊണ്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നട്ട്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊതുവെ ഇന്നൊന്നുമില്ല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇനി ആ കഴിക്കുന്ന സമയത്ത് മാത്രമാണ്. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ ഹസ്ബൻഡിന് നല്ല തണുത്താലേ ഹസ്ബൻഡ് കഴിക്കുള്ളൂ. എന്താണെങ്കിലും ചോറാണെങ്കിലും എന്താണെങ്കിലും ഹസ്ബൻഡിന് നല്ല തണുപ്പ് വേണം കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പം ഞങ്ങൾ കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് കഴിക്കൽ. പാൽ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇതിൽ തേങ്ങ അല്ലെങ്കിൽ നട്ട്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ, അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കൊരു രസം തോന്നിയപ്പോൾ ഞാൻ അതിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വിറക്കണതിനനുസരിച്ച് പാലിങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇത് ഞാനിവിടെ നല്ല ഇളക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ ചൂടാറിക്കോട്ടെ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുട്ടും ചൂടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വേഗം വേണ്ടിയിട്ട്. അപ്പോൾ പുട്ട് ആവി വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പാക്ക് പുട്ടാണ് ഇഷ്ടം. ഇപ്പാക്ക് പുട്ട് ഇഷ്ടമാണ്. എത്ര ചുട്ടെടുത്താലും എത്ര ചുട്ടെടുത്താലും നല്ല എപ്പോൾ രാവിലെ എപ്പോഴും പുട്ടാണെന്നൊന്നും പറയില്ല. എപ്പോൾ പുട്ടാണെങ്കിലും ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ട്. അപ്പോൾ പുട്ട് ഇവിടെ കുത്തി റെഡിയാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞാൻ ചോറൊന്നും വെക്കണില്ല. ചോറ് വെക്കണില്ല എന്നാൽ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. കഞ്ഞിയാണ് വെക്കുന്നത് കേട്ടോ. നല്ല നെല്ലിത്തേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇട്ടുകൊണ്ട് കഞ്ഞി വെക്കുകയാണ്. പിന്നെ അവിടെ കാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് കഞ്ഞി വെക്കാൻ കാരണം തന്നെ എനിക്ക് തയ്ക്കാനുണ്ട് കേട്ടോ. യൂണിഫോം തയ്ക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ തയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഞാൻ നീച്ച് പോന്നാൽ പിന്നെ എനിക്ക് മടിയാവും. ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇരുത്തത് തന്നെ അങ്ങനെ തയ്ക്കുകയും ചെയ്യും കേട്ടോ. ഓരോ തോന്നലാണ്. അപ്പോൾ വേഗം പണി കഴിച്ചാൽ തയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലെ വാങ്ങിയ മീൻ 2-3 കഷ്ണം ബാക്കിയുണ്ടായിന്. അപ്പോൾ അതും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അത് ഉച്ചക്ക് കഴിക്കാൻ ഞാനും ഇപ്പയും കുട്ടികളും തന്നെ ഉണ്ടാവുക. ഇമ്മ വല്യമ്മാൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ. അമ്മ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുള്ളൂ. അപ്പം ഉമ്മ ഉണ്ടാവില്ല ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ ഉണ്ടെങ്കിൽ ചോറ് ഞാൻ ഉണ്ടാക്കി വെച്ചാൽ കറിയൊക്കെ അമ്മ റെഡിയാക്കും കേട്ടോ. അപ്പം ഇന്നിപ്പം ഉമ്മ ഇല്ലല്ലോ. അപ്പം ഇന്ന് കറിയൊന്നും റെഡിയാക്കാൻ എനിക്ക് ടൈമില്ല. അടിക്കാനിരിക്കാനും ഉണ്ട്. അപ്പം വേഗം ആ ഒരു തിരക്കിലാണ് കേട്ടോ. കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കിച്ചണിലത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയലുണ്ട്, എന്നാലും ഒരിക്കൽ കൂടി പറയാണ്. അപ്പോൾ അവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.